ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടുലിപ്പ് ഗാർഡൻ ആണ്. ജപ്പാനിലെ നഗോയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നബാനാനോ സാത്തോ എന്ന് പറയുന്ന ഒരു പാർക്കാണിത്. ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ LED ഇലുമിനേഷൻ നടക്കും രാത്രിയാവുമ്പോൾ. വർഷത്തിൽ എല്ലാ ദിവസവും ഇത് നടക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിലെ തന്നെ വലിയ LED ഇലുമിനേഷനുകളിൽ ഒന്നാണ്. കാരണം 8 മില്യണിൽ കൂടുതൽ LED യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇലുമിനേഷൻ നടക്കുന്നത്. ഒറ്റ സ്പോട്ടിൽ മാത്രമായിട്ടല്ല, പല രീതിക്ക് കുറെ ഇവരുടെ ഹിസ്റ്ററി ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇവന്റ്, അതുപോലെ തന്നെ കുറെ ലൈറ്റ് ടണൽ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വലിയൊരു പാർക്കാണ്. അപ്പൊ ആ പാർക്കിനകത്ത് കംപ്ലീറ്റ് LED വെച്ച് ഡെക്കറേറ്റ് ചെയ്യും രാത്രിയാവുന്ന സമയത്ത്. ഇപ്പൊ നമ്മൾ ഈ LED ഒക്കെയാണ് തൂക്കിയിട്ടേക്കുന്നൊക്കെ കാണുന്നത്. ഈ പൂക്കളുടെ ഇടയിൽ കൂടെയും LED ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ LED ഇലുമിനേഷന്റെ വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടുലിപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂത്തിട്ടില്ല, ചിലതൊക്കെ നന്നായിട്ട് പൂക്കളായിട്ടുണ്ട്, ചിലതൊക്കെ മൊട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നടക്കാൻ പറ്റും. ഈ കാണിച്ചേക്കുന്ന LED ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു, പല ഡിസൈനിൽ വെച്ചേക്കുന്ന LED ഒക്കെ രാത്രിയാവുമ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് ഇടും. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പൈസ കൊടുക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. അത് അവരെ നമ്മളെ കറക്റ്റായിട്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ വേണ്ടവർക്ക് അത് ചെയ്താൽ മതി. ഈ പാർക്കിനകത്തോട്ടുള്ള മൊത്തത്തിൽ ഈ പാർക്കിനകത്ത് കയറാനുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 2500 yen ആണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 1400 രൂപേൻ്റെ അടുത്ത് വരും. അതിൻ്റെ കൂടെ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 1000 യെന്നിൻ്റെ ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സുവനിയേഴ്സോ ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പാർക്ക് കംപ്ലീറ്റ് നമുക്ക് കണ്ടു തീർക്കണമെങ്കിൽ ഏകദേശം ഒരു ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ പകൽ സമയത്ത് നമുക്ക് ഈ ടുലിപ്പും അതുപോലെ തന്നെ എല്ലാം പകൽ വെളിച്ചത്തിൽ കാണാനൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ രാത്രി ഇങ്ങനെ LED ഇട്ട് ഇലുമിനേറ്റ് ചെയ്യുമ്പോൾ കാണാനുള്ള വേറൊരു ഭംഗിയാണ്. അപ്പോൾ രണ്ടും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ പകലും രാത്രിയും സ്പെൻഡ് ചെയ്യുന്ന രീതിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോവുകയാണെങ്കിൽ രണ്ടും നമുക്ക് കണ്ടു തീർക്കാം. ഇപ്പം ഇവിടേക്ക് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് പൈസ കൊടുത്തിട്ട് നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി, സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് വേണം ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ നടന്ന് കണ്ട സ്ഥലമൊക്കെയാണ് ഇപ്പോൾ ഈ LED ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒരു LED ടണൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 ടണലാണ് ഈ പാർക്കിനകത്തുള്ളത്. ഒന്ന് 200 മീറ്റർ നീളത്തിലുള്ളതും ഒന്ന് 100 മീറ്റർ നീളത്തിലുള്ളതും. അപ്പോൾ ഈ 100 മീറ്റർ നീളത്തിലുള്ള ടണലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഈ ഗാർഡൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ടുലിപ്പിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ആ ഫ്ലവർ ഉള്ളത്. സീസണൽ ഫ്ലവേഴ്സാണ് ഇവിടെ അവർ ഉണ്ടാക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ചിലപ്പോൾ കോസ്മോസിൻ്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ കോസ്മോസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ചുറ്റും കാണുന്നത് കംപ്ലീറ്റ് സാക്കുറ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ് അടുത്ത് പോയി കാണാനായിട്ട്. അതുപോലെ തന്നെ റോസിൻ്റെ സമയത്താണെങ്കിൽ റോസ് ആയിരിക്കും, സൂര്യകാന്തി ഉണ്ടാകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. എപ്പോൾ പോയി കഴിഞ്ഞാലും നമുക്കത് ഹാപ്പി ആയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. Thank you.